കോപ്പി എണീക്കടാ. നീ എന്താ? എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്ഥലം കാണാൻ പോണ കാര്യം. അയ്യോ എടാ സോറി ഇളിയാ, ഞാനത് ഓർത്തില്ല. ഞാനേ നിന്നോട് സ്ഥലം നോക്കാൻ പോണ്ട കാര്യം ഞാൻ പറഞ്ഞതല്ലേ. റമ്മി കളിച്ച് കളിക്കാൻ. എൻ്റെ പൊന്നളിയ, നീ ഇടന്ന് ചാവല്ലേ. ഒരമണിക്കൂറിൽ ഞാൻ വരാം. അളിയ എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. ഒന്ന് എഴുന്നേറ്റെ. എടാ തമാശ കളിക്കല്ലേ, പോണെന്ന്. ഇതേ ഞാൻ എനിക്ക് വരാണതേ. അവനെ പൊളിച്ച് വെച്ചോളൂ. അപ്പത്തേക്ക് നീ എടി നിങ്ങൾ ഇങ്ങനത്തെ ടെൻഷൻ അടിക്കണതിനാ എനിക്ക് മനസ്സിലാവണല്ലേ. നമ്മൾ സ്ഥലം കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പ്ലാനും വരച്ചെന്നുണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ ടെൻഷൻ? എടാ നിന്റെ കയ്യിൽ ആ പ്ലാൻ ഇല്ലേ? ദേ പ്ലാനൊക്കെ എൻ്റെ ടാബിലുണ്ട്, ഞാൻ കൊണ്ടുവന്നേക്കാം. ആ ഓക്കെ. എടാ നീ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണേ. റിവൈസോ? ഇതെന്താ പരീക്ഷയെ? അതല്ലടാ, ഇനി വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിലോ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് വെച്ചിട്ട് പോയേ. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, നമുക്ക് ഒരുമ കാണാം. ആ ശരി. ആ അളിയ നീ എവിടെ? എടാ നിനക്ക് കണ്ടിട്ട് ഞാൻ എവിടെയാന്ന് തോന്നണേ. എടാ വെച്ചിട്ട് പോടാ. എന്താ? നീ ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. വണ്ടിക്ക് നമുക്ക് പിന്നെ എടുക്കാം. കാലത്തൊട്ട് നീ അവളും കൂടി എന്നെ പ്രാന്താക്കണതാ. എന്താ പ്രശ്നം? അതറിഞ്ഞിട്ട് വണ്ടി എടുത്ത് മുമ്പോട്ട് പോയാൽ മതി. എടാ അത് എൻ്റെ പൊന്നളിയാ, എനിക്ക് മനസ്സിലാവും. നീ വളരെ കഷ്ടപ്പെട്ടാണ് കല്യാണം സെറ്റ് ചെയ്ത്. നിന്റെ അമ്മായിപ്പ സീനാണ്, പുള്ളൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം. ഇത് മാത്രമേ എന്തെങ്കിലും പ്രശ്നമുള്ളൂ? ഒന്നും വലിയ പ്രശ്നമല്ല. ഇന്നിപ്പോൾ നിങ്ങൾ പുതിയ വീടാണ് വേണ്ടി പുള്ളി വരികയും ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കല്യാണത്തിന് സമ്മതിക്കില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇത് സെറ്റാക്കാവുന്ന കാര്യമുള്ളൂ. എടാ ഇന്ന് പ്രശ്നമൊന്നല്ല, 3 പ്രശ്നങ്ങളുണ്ട്. എന്താ? ഒന്നാമത്തത് ആ ബ്രോക്കർ. അയാളെ കണ്ട് ബാർഗെയിൻ ചെയ്ത് എങ്ങനെയെങ്കിലും ആ സ്ഥലത്തിന്റെ പൈസ ഒന്ന് കുറച്ചെടുക്കണം. അത് വിഷയം, അത് ഡീലാക്കാം. അടുത്തത്? രണ്ടാമത്തത് നീ പറഞ്ഞത് അവളുടെ അപ്പൻ. പുള്ളി എന്നാ പ്രത്യേകിച്ച് സീൻ എന്താ? എടാ അയാൾക്ക് ജ്യോതിഷത്തിലും വാസ്തുവിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. അയാൾ ഇന്ന് അങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മുടക്കാനുള്ള പരിപാടി എന്തായാലും ഉണ്ടാവും. അങ്ങനെ അത്രയ്ക്ക് സീനാണോന്നോ? അയാളിപ്പം ജോൽസ് എന്ന് പറഞ്ഞ് നടക്കുന്നൊരു നാറിൻ്റെ പെട്ടിരിക്കുക. അയാൾ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരനത് കേൾക്കും. 4 ഭാഗ്യ നമ്പറിലാന്ന് പറഞ്ഞ് വീട്ടിലെ കാർ വിറ്റ് സ്കൂട്ടി വാങ്ങി. വരാന്തയിലെ സ്റ്റെപ്പിന്റെ എണ്ണം കുറവാന്ന് പറഞ്ഞ് തറ കുഴിച്ച് 2 സ്റ്റെപ്പ് അധികം എടുത്തു. വാതിലിന്റെ സ്ഥാനം വീടിന് ശരിയല്ലെന്ന് പറഞ്ഞ് കല്ലും മണ്ണും കൊണ്ടതങ്ങ് അടച്ചു. അത് ഏത് വാതിലാണെന്നറിയും? ഏതാ? വീടിന്റെ കക്കൂസിന്റെ. ഇവനൊക്കെ ഏതരവൻ? ശരി, അടുത്ത വർഷം എന്താ മോന്ത പ്രശ്നം? ഇപ്പൊ പറഞ്ഞാൽ അറിയില്ലേ, അവനെ ഇന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. പൂർത്തിയല്ലേ? എന്തെങ്കിലുമൊക്കെ ആക്കാൻ വാ. ഇത് വാങ്ങിച്ചോളൂ. ആ പീഠത്തിൽ വെച്ച് നമസ്കരിച്ചോളൂ. എന്താണത്? അതേതാ പ്രാന്തൻ? അതവളുടെ അപ്പൻ. ഏത്? അയാളോ? അത് നേരത്തെ പറഞ്ഞ നാറി. എടുക്കെടുക്ക്. ഇറങ്ങിടാ. എന്താടാ? പൂച്ച. ഹായ് പൂച്ച. എടാ കരിമ്പൂച്ചടാ. എടാ നീ ഇങ്ങനെ റേസിസ്റ്റ് ആവല്ലേ? അതേത് ഉന്നത കുലജാതനായ പൂച്ച. ഇത് നോക്കി, മുഖം കണ്ടില്ലേ? എടാ നീ അതിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുകളയോ? ആന്തിരാ? എടാ അതിനെ കണ്ട ശകുനപ്പേഴാന്ന് പറഞ്ഞാൽ അവന്മാര് കച്ചവടം മുടക്കുന്നു. അതിനെ ഓടിച്ചുവിട്ടാ പോരെ? ഓടിച്ചു വിട്ടാൽ തിരിച്ചു വരില്ലേ? നീ അതിനെ എവിടെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിടും പ്ലീസ്. ഇവനെ കൊണ്ട് ചെല്ല് ഞാൻ നോക്കണേ. വിട്ടോ. ചിച്ചിരു ബാ. എനിക്ക് എന്ത് ചെയ്യും? വൃത്തിയട്ട പൂച്ച. അതല്ല
അച്ഛാ ഇതാണ് സുരേഷ്, എൻ്റെ ഫ്രണ്ട്. ഈ വീടിൻ്റെ പ്ലാനൊക്കെ വരച്ചത്. അപ്പോഴത്തേക്കും പ്ലാനൊക്കെ വരച്ചോ? ഞാൻ വരച്ചു പ്ലാൻ വീടിന്റെ. മോനെ വീട് പണിയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂ. അപ്പൊ ഇടയ്ക്ക് പൊളിച്ചു പണിയാനൊന്നും പറ്റില്ല. അപ്പോൾ വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പ്ലാൻ വരയ്ക്കാൻ. ഞാൻ വാസ്തുവൊക്കെ നോക്കിയിട്ട് വരച്ചേ. മോന് വാസ്തു അറിയോ? പിന്നെ ഞാൻ വാസ്തുവൊക്കെ നോക്കും, എനിക്ക് നോക്കറിയാം. പിന്നെ ഞാൻ ചില സംശയം അപ്പൊ അച്ഛനോട് ചോദിക്കും. അച്ഛനറിയോ? പിന്നെ അച്ഛനതൊക്കെ ഭയങ്കര. എന്താ അച്ഛൻ്റെ പേര്? ശശി. ശശീന്ദ്ര പണിക്കർ. ഭയങ്കര ഫേമസ് ആ, കേട്ടല്ലേ? ശശീന്ദ്ര പണിക്കർ. ശശീന്ദ്രാണ്. പ്രശ്നത്തിൽ കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ സ്ഥലം അത്ര നല്ലതല്ല. ഇവിടെ വീട് വെച്ച് താമസിച്ചാൽ നിങ്ങൾക്ക് ജന്മത്ത് സമാധാനം കിട്ടില്ല. മാത്രമല്ല ഇവിടെ ഒരു ആത്മാവ് ജീവനോടെ വെന്തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ നിങ്ങളെ ആത്മാവ് വെറുതെ വിടില്ല. ഇവിടെ താമസിക്കാതിരിക്കുക നല്ലത്. പ്രശ്നമാണ്. അതെ, ഇനിയിപ്പോ അവര് സ്ഥലം എടുക്കില്ലായിരിക്കും അല്ലേ? അതിപ്പോ എടുക്കാൻ വഴിയില്ല. അതിപ്പോ ആത്മാവ് എന്നൊക്കെയല്ല പറയണ. പിന്നെ എങ്ങനെയാ ഇനിയിപ്പോ വേറെ ആളെ നോക്കേണ്ടി വരുമോ? ആളെ നോക്കേണ്ടി വരില്ല. അവനിനകത്തൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ ഈ പൈസയുടെ പ്രശ്നമാണ്. ഭയങ്കര റേറ്റ് അല്ലേ? അപ്പോൾ അത് കുഴപ്പമില്ല. ഈ ആത്മാവെന്ന് കേൾക്കുമ്പോഴേ സ്ഥലത്തിന്റെ ഓണർ തന്നെ വിറ്റങ്ങ് ഒഴിവാക്കിക്കോളും. അപ്പോൾ പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ റെഡിയാക്കാം. ഞാൻ സംസാരിക്കാം. പൂജ നടത്തിയ ശരിയാവുമായിരിക്കോ? ഓ അതിന്റെ ഇടയിൽ കൂടി ആ തെണ്ടിനോട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു. എന്ത്? അയാൾ ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞ തള്ളി വെച്ചതിനോണ്ടുണ്ടല്ലോ, മൊത്തത്തില് സ്ഥലത്തിന്റെ വില കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എടാ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ എന്താ? ഇവളുടെ തന്ത ഇവളുടെ അച്ഛൻ സമ്മതിക്കണ്ടേ? ഓ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? വാസ്തു ഒരു വഴിയുണ്ട്. എനിക്കറിയില്ല. അപ്പൊ ഇതിന് വേണ്ടാന്ന് നോക്കേണ്ടി വരും. ഉറപ്പല്ലേ? വേണ്ടാന്ന് വെക്കേണ്ടി വരും. പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല, വേണ്ടെന്നൊക്കെ നിൽക്കട്ടെ. ഈ ആത്മാവിനെ എങ്ങനെ തീ പിടിക്കണേ? അത് ശരിയില്ലാത്തൊരു സാധനമല്ലേ? താൻ എന്തിനാണ് ഗ്രാമർ മിസ്റ്റേക്കുകൾ കയറി പിടിക്കണത്? ഞാൻ ഉദ്ദേശിച്ചത് ശരീരം തന്നെയാണ്. ആ ശരി എന്നാണ്. ആ അതെ ശരി. ദേ കണ്ടത് അവിടെ 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 ഇതവിടെ ഒരു കാക്ക ഷോക്കടിച്ച് ചത്ത് കത്തി കരിഞ്ഞിടക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, ഞാൻ കണ്ടതാ. ആ പോസ്റ്റിന് താഴെ. വാ ഒരു കാര്യം പറയട്ടെ. ആ വരാം. ആ ഒന്നെടുക്കണ്ടേ? വാ വാ വാ. അല്ല എന്താ? ഏയ് നീ ആ സുനിയല്ലേടേ? നത്ത് സുനിയല്ലേടേ? നിനക്കെന്നെ മനസ്സിലായ? സുരേഷസ് എൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ച. ഞാൻ മാത്രമല്ല, എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും അതേ ക്ലാസ്സിൽ നിന്നൂടെ പഠിച്ചതാ. അവസാനം എൻ്റെ ചേച്ചി പഠിച്ച് പാസ്സായി അതേ സ്കൂളിൽ ടീച്ചറെ വന്നപ്പോ അന്ന് നീ മുങ്ങിയതല്ലേടേ? പിന്നെ നിന്നെ ഇപ്പം ഇങ്ങനെ കാണുന്നേ. അതൊക്കെ പോട്ടെ, നിനക്ക് ഇവിടെ എന്താ പാട്? അല്ല, വേറൊരാൾക്ക് ഈ സ്ഥലം മറിച്ചു കൊടുത്ത് കുറച്ച് പൈസ അങ്ങനെ. വേണ്ട, ഇതേ ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ച എൻ്റെ കൂട്ടുകാരനത്. ആണോ? അവൻ്റെ കൂട്ടായിപ്പ്. എടേ വണ്ടിക്കൂലിക്കുള്ള കാശെങ്കിലും സെറ്റപ്പ് ചെയ്താടേ. വണ്ടിക്കൂലിക്കുള്ള കാശ് ആദ്യം വേണേ ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ ബാ ബാ. എന്നാ ഞാൻ തകർക്കയ്യ. വേറെ പ്രശ്നമൊന്നുമില്ല, പുള്ളി പറഞ്ഞാൽ ശരിയാ. ഈ ആത്മാവെന്ന് പറഞ്ഞ പുള്ളി ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഇഴജന്തുക്കളും പക്ഷികളും, അപ്പൊ അതേപോലെ ഒരു കാക്കയൊക്കെ നിലത്ത് എർത്തടിച്ച് വീണ് ആത്മാവ് ദയിപ്പിക്കുക എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളെ വീടൊക്കെ വെക്കണ സ്ഥിതിക്ക് മരിച്ചുപോയ കാക്കയുടെ ആത്മാവിന് ഒരു പൂജയൊക്കെ ചെയ്തേക്കാം. പക്ഷെ ഇവന് താല്പര്യം ഉണ്ടാവില്ല. അത് ഞാൻ നടത്താം. നടത്തണം. നിർത്താൻ കാര്യമായിപ്പോയില്ലേ? ഞാൻ നടത്താം. പൈസ മുടക്കി നടത്തണം. വിഷയമില്ല. ഒരു കാക്ക പൂജ. കാക്കപ്പൂജ ഹരിഹോ. മതി മതി. നല്ലൊരു കാറായിരുന്നു, അച്ഛൻ കൊണ്ടുപോയി വിറ്റ്.
ഏ അത് ഇയാളെ മേടിച്ചേ? സ്വാഭാവികം. ഛേ എടാ സുനി. അല്ലടാ നീ പൂച്ച എന്ത് ചെയ്ത്? ഊ അണ്ടാവാ മാമ ഊ അണ്ടാവാ മാമ ടുടു 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 ടുടു.